അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മണിമേളം കോമ്പറ്റീഷൻ്റെ വേദിയാണ്, മത്സരങ്ങളുടെ വേദിയാണ്. നിരവധി പാട്ടുകളും ഗെയിമുകളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ നിങ്ങളെ ഞങ്ങൾ ഇനി വരുന്ന ചില എപ്പിസോഡുകളിൽ കോമ്പറ്റീഷൻ്റെ ഈ വേദിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഞാനല്ല കൊണ്ടുപോകുന്നത്, നമ്മുടെ സ്വന്തം മണിച്ചേട്ടനാണ് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടെ നിറയെ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെ കുറച്ചുകൂടി നമുക്ക് അടുത്തറിയാനായിട്ട്, അവരുടെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ കുറച്ചുകൂടെ കാണാനായിട്ട് നിങ്ങളെ ഈ വേദിയിൽ നിന്നും മണിച്ചേട്ടൻ അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും. ചെറിയ ചില സർപ്രൈസ് വിസിറ്റുകളൊക്കെ അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നറുക്ക് വീണിരിക്കുന്നത് നമ്മുടെ നൂപുരം ടീമിലെ രാധികയ്ക്കാണ്. രാധികയുടെ വീട് മലപ്പുറം അരീക്കോടാണ്. അപ്പോൾ മണിച്ചേട്ടനോടുള്ള ആ നാട്ടുകാരുടെ, ആ കലാകാരനോടുള്ള, ആ നടനോടുള്ള ഇഷ്ടം മുഴുവനും അറിയിച്ചുകൊണ്ടാണ് അവരൊരു രസികൻ വരവേൽപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയത്. അപ്പോൾ ആ യാത്രയുടെ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. ഞാനിവിടെ വന്നത് നമ്മുടെ കൈരളി ചാനലിൽ മണിമേളം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരിയായ രാധിക എന്ന് പറഞ്ഞ കുഞ്ഞ് മത്സരിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം വേണം. ആ കുട്ടി പാടുന്നതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ കുട്ടി പാടുന്നത് ഇഷ്ടമാണോ? അപ്പം എന്തായാലും നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവണം. എല്ലാവരും ആ എപ്പിസോഡുകളെല്ലാം കാണൂലേ? അപ്പം നമുക്ക് ഈ ഓട്ടോറിക്ഷയിൽ അവരുടെ വീട്ടിലോട്ട് പോവാം. ആദ്യം നിങ്ങളോട് ഞാൻ നന്ദി പറയാണ്. മറ്റൊന്നല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത്, ഞാൻ രാധികയുടെ വീട് അന്വേഷിച്ച് വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഒത്തിരി ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രാധികയുടെ വീട്ടിൽ കാണാൻ പോകുമ്പോൾ എനിക്കും കാക്കി ഷർട്ട് മതി എന്ന് പറഞ്ഞു. കാരണം നിങ്ങളിട്ടിരിക്കുന്ന അതേ ജോലി ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കറിയാം. അപ്പം ഇന്നിവിടെ രാധികയെ കാണാനും രാധികയുടെ നാട്ടിലെത്തി എന്നെ കാണാനും തടിച്ചുകൂടിയ എൻ്റെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും അനുജിത്തിമാർക്കും എല്ലാവർക്കും ഈ ചാലക്കുടിക്കാരായ ഈ കുറുമൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ 9:30 ആരംഭിക്കുന്ന മണിമേളം എന്ന് പറഞ്ഞ പരിപാടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ നല്ല പ്രോഗ്രാമാണ്, ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. പല ആളുകളുടെ വീട്ടിൽ പോയെങ്കിലും ഇങ്ങനൊരു ജനക്കൂട്ടത്തെയും, ഇത്ര സ്നേഹം തരുന്നൊരു ജനക്കൂട്ടത്തെയും രാധികയുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ രാധികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാധികയുടെ ആ പരിപാടി നിങ്ങൾ കാണണം, കണ്ടാസ്വദിക്കണം. എന്തെങ്കിലും തെറ്റുകളും പിഴവുകളും രാധികയ്ക്ക് വരണമെങ്കിൽ നിങ്ങളത് രാധികയെ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ല രീതിയിൽ മത്സരിച്ചാൽ സമ്മാനം നേടാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് മനസ്സിൽ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാട്ട് പാടണം. അതാ ഞാൻ പാടാം. ഇതിൽ ഞാനെല്ലാം മത്സരിക്കണേ. രാധികയുടെ കല്യാണം കഴിഞ്ഞാണോ? ഞാൻ സ്കൂളിൽ പഠിക്കാന്ന് വിചാരിച്ചേ. മോന്റെ പേരെന്താ? കൃഷ്ണ. ഏതെങ്കിലും ഒരെണ്ണം മതി. അച്ഛനോ? അച്ഛനും ദുബായിലാ. ഒരു ഗൾഫ് കുടുംബം. എന്തായാലും നന്നായി പാടണം. രാധിക ഞങ്ങൾക്ക് ഈ നേരത്തൊരു പാട്ടിന്റെ 4 വരി പാടി തരണം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ
മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. മോൻ പാട്ട് പാടോ? ഒരു പാട്ട് പാടി. ഓണം പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓണം പഴം ആകെ അലഞ്ഞു നാണ്ടി. ഓണം പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓണം പഴം ആകെ അലഞ്ഞു നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം നീ എന്നെ വിട്ടു പിരിഞ്ഞില്ലടി. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. പോരെ? അപ്പം എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി എൻ്റെ ഇവിടെ ഈ കാക്കി ഡ്രസ് ഇട്ട് നിൽക്കുന്ന എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു 4 വരി പാടിത്തരാം. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. എൻ്റെ നിറമ്പോൾ കറുത്തൊരു പാൻറ്റും മുഷിഞ്ഞ ജുബയലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ഈ ചാലക്കൂടിക്കാരൻ ചാലക്കൂടി നടുവിട്ടെങ്കും പോകുകില്ല. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. അപ്പൊ എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. രാധികയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. രാധിക നന്നായി പാടും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം.